ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആസ്ട്രോലേൺ അക്കാഡമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. 13 ക്വസ്റ്റ്യൻ വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നാണ്. മുമ്പുള്ള വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 14ാമത്തെ ചോദ്യം, അതിൽ എ ബി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ മതി. ചോദ്യം, എ പാർട്ടിലെ ചോദ്യം, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 15 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ത്രികോണത്തിൻ്റെ ഏകദേശ ചിത്രം വരക്കുക. അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ അളവുകളുള്ള ഒരു ത്രികോണം വരക്കാനാണ്. നമുക്കറിയാം, ഒരു പേജിൽ 15 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ ഇത്രയും വലുപ്പമുള്ള ഒരു ത്രികോണം വരക്കുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏകദേശ ചിത്രം വരക്കാനാണ്. അപ്പോൾ അത്രയും വലുപ്പമുള്ള ഒരു ത്രികോണം വരക്കണമെന്നില്ല, അതിൻ്റെ ഏകദേശ രൂപമുള്ള ഒരു ചിത്രം വരച്ചാൽ മതി. അതായത് അളവുകൾക്കൊന്നും വലിയ മാറ്റം ഉണ്ടാവാൻ പാടില്ല, പക്ഷേ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ചിത്രം വരക്കണം. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. 15ന് 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ, വീണ്ടും 5 സെൻറ്റിമീറ്റർ. 24നെ 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ അളവുകളുള്ള ഒരു ത്രികോണം വരക്കാം. അപ്പോൾ നമുക്ക് ഏകദേശ ത്രികോണം കിട്ടും. ആദ്യം ഞാൻ 8 സെൻറ്റിമീറ്റർ പാദമാക്കിയിട്ടാണ് എടുക്കുന്നത്. 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരച്ചു. ശേഷം 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ മാർക്ക് ചെയ്തതിനു ശേഷം 2 ആർക്കുകൾ വരക്കുകയാണ്. ആർക്കുകൾ കൂടിച്ചേരുന്ന പോയിന്റിലേക്ക് വരകൾ വരക്കുന്നു. അങ്ങനെ നമുക്ക് ത്രികോണം കിട്ടി. പിന്നെ അതിലുള്ള മറ്റൊരു ചോദ്യം, ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ്. നമ്മൾ വരച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവല്ല കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തന്ന അളവുകളുടെ ഉള്ള ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ 24 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 15 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 15 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം, ത്രികോണത്തിൻ്റെ പരപ്പളവ് അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം ആണ് എന്ന് നമുക്കറിയാം. നമുക്കിവിടെ പാദം തന്നിട്ടുണ്ട്, പക്ഷേ ഉയരം എത്രയാണെന്ന് തന്നിട്ടില്ല. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു ലംബം ഈ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുകയാണ്. നമുക്കറിയാം, ഇതൊരു സമപാർശ്വ ത്രികോണമാണല്ലോ, അല്ലേ? ഈ വശവും തുല്യമാണ്. നമുക്കറിയാം, സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ കൂടിച്ചേരുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരക്കുന്ന ലംബം ഈ കോണിനെയും ഈ വശത്തെയും സമഭാഗം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഞാൻ ഈ ത്രികോണത്തിന് പേര് കൊടുക്കട്ടെ. വശങ്ങളുടെ നീളങ്ങളെല്ലാം നമുക്കറിയാം. എ ബി ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു AC ആണ്. പിന്നെ BC 24 സെൻറ്റിമീറ്ററും ആണ്. നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഉയരം കണ്ടുപിടിച്ചാൽ, അതായത് ഈ മട്ട ത്രികോണത്തിൻ്റെ ലംബം കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ABC എന്ന ത്രികോണത്തിൻ്റെ ഉയരം കിട്ടും. ആദ്യം നമുക്ക് അതിനായിട്ട് ത്രികോണം എ, ഈ പോയിന്റിന് P എന്ന പേര് കൊടുത്തു. APC കൺസിഡർ ചെയ്യാം. ഇതൊരു മട്ടത്രികോണമാണ്. നമുക്ക് മട്ടത്രികോണത്തിൻ്റെ പൈതഗോറസ് തിയറം വെച്ചിട്ട് മട്ടത്രികോണത്തിൻ്റെ ലംബത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. എന്താണ് പൈതഗോറസ് തിയറം? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം ഇവിടെ എത്രയാണ്? പാദം 24ൻ്റെ പകുതി അല്ലേ? 24ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 12. 12
സെൻറ്റിമീറ്റർ സ്ക്വയർ. കർണവും നമുക്കറിയാം 15 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. പ്ലസ് ലംബം സ്ക്വയർ. ലംബമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് ലംബത്തിനെ ഇവിടെ നിർത്തിയിട്ട് 12നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ലംബം സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. എത്രയാണ് 15 സ്ക്വയർ? 225 മൈനസ് 12ൻ്റെ സ്ക്വയർ 144. അഞ്ചിൽ നിന്ന് 4 പോയാൽ 1, 2ൽ നിന്ന് 4 പോകൂല, 12ൽ നിന്ന് 4 പോയാൽ 8, 1ൽ നിന്ന് 1 പോയാൽ 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 81. ലംബം ഈക്വൽ ടു 81ൻ്റെ വർഗ്ഗമൂലം ഈക്വൽ ടു 9. അതായത് ഉയരം 9 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരമാണ്. അതായത് ഹാഫ് BH. പാദം 24 സെൻറ്റിമീറ്റർ ആണ്. ഉയരം 9 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 24 ഇൻറ്റു 9/2. 24നെയും 2നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 24ൻ്റെ പകുതി 12 ആണ്. 12 ഇൻറ്റു 9, 12 ഇൻറ്റു 9, 2 9 18, ശിഷ്ടം 1, 1 9 1 10, 108 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് പരപ്പളവ്. 14ാമത്തെ ചോദ്യത്തിൻ്റെ B ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം: ചിത്രത്തിൽ ABCD എന്ന സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് Pയും Qവും. APCQ സാമാന്തരികമാണെന്ന് തെളിയിക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ABCD എന്ന ചതുർഭുജം ഒരു സാമാന്തരികമാണ്. അതിൻ്റെ AB എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് P, DC എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് Q. അവ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്ന ഈ ഒരു ചതുർഭുജം ഉണ്ടല്ലോ, APCQ എന്ന ചതുർഭുജം, ഈ ചതുർഭുജം ഒരു സാമാന്തരികമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ സാമാന്തരികം എന്നാൽ എന്താണെന്ന് പരിശോധിക്കാം. സാമാന്തരികം എന്നാൽ 4 വശങ്ങളുള്ളൊരു ചതുർഭുജമാണ്. അതിൻ്റെ പ്രത്യേകത എതിർവശങ്ങൾ സമാന്തരമാണ്, അതുപോലെ തുല്യവുമാണ്. അതായത് AB ഈക്വൽ ടു DC ആണ്, AD ഈക്വൽ ടു BCയുമാണ്. നമുക്കറിയാം ABCD ഒരു സാമാന്തരികമാണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എതിർവശങ്ങൾ തുല്യമാണ്. AB ഈക്വൽ ടു CD. അതുപോലെ എതിർവശങ്ങൾ സമാന്തരവുമാണ്. AB സമാന്തരമാണ് DC. ഇത് ചോദ്യത്തിൽ തന്നിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് APCQ ഒരു സാമാന്തരികമാണ് എന്ന് തെളിയിക്കണം. നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് ABയും DCയും സമാന്തരമാണ് എന്ന് തന്നിട്ടുണ്ട്. ABയുടെ ഒരു പാർട്ടാണ് AP അല്ലേ, APയും അതുപോലെ DCയുടെ ഒരു പാർട്ടാണ് QC. അതുകൊണ്ട് അവ രണ്ടും സമാന്തരമായിരിക്കില്ലേ? അതെ, AP സമാന്തരമാണ് QC. പിന്നെ നമുക്കറിയാം P എന്നത് ABയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് AP ഈക്വൽ ടു ഹാഫ് AB അല്ലേ? കാരണം എന്താണ്? P ABയുടെ മധ്യബിന്ദുവാണ്. അതുപോലെ തന്നെ Q DCയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? QC ഈക്വൽ ടു അര DC എന്ന് പറഞ്ഞൂടെ? കാരണം Q DCയുടെ മധ്യബിന്ദുവാണ്. നമുക്ക് കിട്ടിയിട്ടുണ്ട് AB ഈക്വൽ ടു DC ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്ത് പറയാം? AB ഈക്വൽ ടു DC ആണ്. അതുകൊണ്ട് ഇതിൻ്റെ വലതുവശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് AP ഈക്വൽ ടു QC എന്ന് പറഞ്ഞൂടെ? ശരിയല്ലേ? കാരണം എന്താണ്? ABയും DCയും തുല്യമാണ്.
അതുകൊണ്ട് വലതുവശങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് അളവുകളും എ പിയും ക്യു സിയും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? എ പിയും ക്യു സിയും സമാന്തരമാണ് എന്നും കിട്ടി, അവ തമ്മിൽ ഈക്വൽ ആണ് എന്നും കിട്ടി. ഒരു ചതുർഭുജം സാമാന്തരികമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എതിർവശങ്ങൾ ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും തുല്യവും ആണ് എന്ന് തെളിയിച്ചാൽ മതി. നമ്മളിവിടെ എ പി ക്യു സി ഈ വശങ്ങൾ സമാന്തരമാണ് എന്നും തുല്യമാണ് എന്നും തെളിയിച്ചു. അതുകൊണ്ട് എ പി ക്യു സി ഒരു സാമാന്തരികമാണ്. കാരണം എതിർവശങ്ങൾ സമാന്തരവും തുല്യവും